വഹബ് എന്നവർ യാത്രക്കിടയിൽ കണ്ട ഒരു സംഭവം പറയുകയാണ്. ഒരു രോഗിയായ ആൾ, അദ്ദേഹം വാതരോഗം പിടിച്ച ആളാണ്. അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് 2 കണ്ണും കാഴ്ചയില്ല. മാത്രമല്ല, കുഷ്ഠരോഗം പിടിച്ചിട്ടുമുണ്ട്. അതും മാത്രമല്ല, വെള്ളപ്പാണ്ട് രോഗവും ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടി രോഗമായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവേ, നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി അല്ലാ. അൽഹംദുലില്ലാ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു അല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഹബ് എന്നവരെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ കിടക്കുന്ന ആളോട്, രോഗിയായി കിടക്കുന്ന ഇയാളോട് ചോദിച്ചു, ഇത്രയും വലിയ കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിലും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് തളർന്ന് കിടക്കുകയാണ്, കണ്ണിന് കാഴ്ചയില്ല, കുഷ്ഠരോഗമാണ്, വെള്ളപ്പാണ്ട് രോഗമാണ്. ഇതിൻ്റെ ഇടയ്ക്കും നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത്രയും വലിയ കഷ്ടപ്പാടിൻ്റെ ഇടയിലും നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്, അതിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു, വഹബ് എന്നവരോട് കൂടെയുള്ള ആ മനുഷ്യൻ. അപ്പോൾ ഈ കിടക്കുന്ന മനുഷ്യൻ പറയാണ്, ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവരൊന്നും അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ല. ഈ നാട്ടിൽ കുറേ ആളുണ്ട്, പക്ഷെ ആരും എന്താക്കുന്നില്ല, അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ല. ഞാൻ മാത്രമാണ് ഈ നാട്ടിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഉള്ളത്. അപ്പോൾ ആ ഭാഗ്യം തന്നത് കൊണ്ടാണ്, ഈ നാട്ടിൽ എനിക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ ഉള്ള ഭാഗ്യം കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് എന്ന് ഈ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ പറയണം. ഇദ്ദേഹം കണ്ടില്ലേ, എന്തെല്ലാം പ്രയാസത്തിലാണ് അയാളുള്ളത്, അയാളും പറയാണെന്ത്? അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവേ നിനക്കാണ്, അനുഗ്രഹമൊക്കെ ചെയ്ത അള്ളാഹുവേ നിനക്കാണ് എന്ന് അദ്ദേഹം പറയാൻ. മാത്രമല്ല, അദ്ദേഹം ആ നാട്ടിൽ ആരുമില്ല, അൽഹംദുലില്ലാ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ അതിന് ഭാഗ്യം കിട്ടിയ ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ വേണം, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളുകൾ വേണം, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലൊക്കെ അൽഹംദുലില്ലാ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.